കണ്ടന്റ് ഇല്ലാതെ ആകെപ്പാടെ വിഷമിച്ചിരിക്കുന്ന മത്സരാർത്ഥിയാണ് ലക്ഷ്മിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കണ്ടന്റൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ആരെങ്കിലും ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് തള്ളിക്കയറി സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുകയാണ് ലക്ഷ്മിയുടെ ശീലം. ഇന്ന് രാവിലെ തന്നെ ഷാനവാഫാണ് കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ. ഷാനവാഫിനെ കാണുന്നില്ല. ഷാനവാഫ് ബാത്റൂമിൽ പോയിട്ട് 1 മണിക്കൂറോളമായി. അവസാനം അതിൻ്റെ ചുമതല അനുമോൾ ഏറ്റെടുക്കുന്നു. കിച്ചണിൻ്റെ ചുമതല അനുമോൾ ഏറ്റെടുത്ത് കഴിയുമ്പോൾ അനുമോൾ ഒരു കവറ് പാല് പൊട്ടിച്ച് തിളപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. 2 കവറ് പാലുണ്ടായിരുന്നു, പക്ഷേ അത് പാലല്ലായിരുന്നു, തൈരാണെന്ന് ഉള്ളതാണ് അവർ തിളപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അവസാനം അതിൻ്റെ വെള്ളമെല്ലാം മടക്കളത്തെ വെള്ളമെല്ലാം തട്ടിക്കളഞ്ഞ് ഇരിക്കുമ്പോഴാണ് അനീഷ് ചോദിക്കുന്നത്, അല്പം എനിക്ക് കുടിക്കാൻ തരുമോ എന്ന് ചോദിക്കുന്നു. അതിനെന്താ ചേട്ടാ എടുത്തോളാൻ നമ്മളെ അനുമോൾ പറയുന്നു. അപ്പം തന്നെ ലക്ഷ്മി ഉടനെ ഇടപെട്ടു. ലക്ഷ്മി പറയുന്നത് അത് കുടിക്കരുത്, അത് വയറിളകുമെന്ന്, ടാസ്ക് നടക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞ് ക്യാപ്റ്റനെയൊക്കെ ഇടപെടുത്തിയാണ്. അപ്പോൾ അനീഷ് പറയുന്നു ഇത് കുഴപ്പമൊന്നുമില്ല, എനിക്ക് അങ്ങനെയുള്ള കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, ഞാൻ ഇതൊക്കെ കഴിച്ചിട്ടുള്ളതാണെന്ന് പറയുന്നു. ലക്ഷ്മി അത് ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഞങ്ങൾക്കും കൂടെ അവകാശപ്പെട്ടതാണ്. അനുമോൾ ഇതെല്ലാം നഷ്ടപ്പെടുത്തുകയാണ്. ഇന്നലെ പയർ നഷ്ടപ്പെടുത്തി, ഇന്ന് തൈര് നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളിലെ നെഞ്ചത്തോട്ട് കയറുന്ന ലക്ഷ്മിയെ നമുക്ക് കാണാൻ പറ്റും. ലക്ഷ്മിക്ക് എങ്ങനെയെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കിയാൽ മതി. അപ്പം അനീഷ് പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് നന്ദികേടാണ് പറയുന്നത്, കാരണം ഇവിടെ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന അനുമോളാണ്. അനുമോളല്ലാതെ വേറെ ആർക്കും ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല, അതാണ് വേറെ സത്യം. ഒരു സമയത്ത് കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് ലക്ഷ്മി രാവിലത്തെ ഭക്ഷണം കിട്ടിയത് ഉച്ചയ്ക്കാണ് എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പം അനുമോളാണ് അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അനുമോൾക്ക് മാത്രമേ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുള്ളൂ. ഇന്നലെ നിങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കി തന്നില്ലേ, മട്ടൻ ബിരിയാണി ഉണ്ടാക്കി തന്നു, എന്തൊക്കെ ഭക്ഷണങ്ങൾ അനുമോൾ ഉണ്ടാക്കി കൊടുക്കുന്നു, അല്പമെങ്കിലും നന്ദി കാണിക്കണം എന്നൊക്കെ പറയുന്ന അനീഷിനെ കാണാൻ പറ്റും. അതിൻ്റെ ഇടയിൽ ചില തെറ്റുകളൊക്കെ ഉണ്ടാകും, അത് സർവ്വസാധാരണയാണ് എന്ന് പറയും. നമ്മളെല്ലാം മനുഷ്യരല്ലേ എന്ന് ചോദിക്കുന്ന അനീഷിനെ കാണാം. അപ്പം ലക്ഷ്മി പറയുന്നുണ്ട്, നമ്മൾ ആഹാരം കഴിക്കാൻ വേണ്ടിയല്ല ഇവിടെ വന്നത് എന്ന് പറയുന്നു. ആഹാരം ഇല്ലെങ്കിൽ ലക്ഷ്മിയൊക്കെ എന്താ കാട്ടിക്കൂട്ടുന്നതെന്ന് കണ്ടു തന്നെ അറിയാം.